അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്ന മനുഷ്യ വിഭാഗം, അവരെ അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ ഈ ലോകത്ത് ജീവിക്കുന്ന മൃഗങ്ങളെപ്പോലെ, പക്ഷികളെപ്പോലെ കുറച്ചു കാലം ഇവിടെ അങ്ങനെ ജീവിക്കുക, ഭക്ഷിക്കുക, ഭോഗിക്കുക, അവസാനം ഇവിടുന്ന് അവധിയാകുന്ന സന്ദർഭത്തിൽ അങ്ങ് പോവുക എന്ന ഒരു രൂപത്തിലല്ല മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ ഞാനുമൊക്കെ ഓതിപ്പോയിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞ അധ്യായമുണ്ട്. അതിൽ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചത് നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുക ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ പറയാൻ കഴിയും. ഇവിടെ നമുക്കൊരായുസ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതെത്രയാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. ആ ആയുസ് ഉള്ള കാലത്തോളം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഇവിടെ വെച്ച് ചെയ്ത് അവസാനം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇവിടുന്ന് യാത്ര പോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സത്യത്തിൽ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രസ്ഥാനം ഒരുപാട് അജണ്ടകളും പ്രവർത്തന പദ്ധതികളുമായിട്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം ഒരു പ്രബോധക സംഘം എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം അത് തന്നെയാണ്. ആകാശത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം, ഈ പ്രപഞ്ച സൃഷ്ടാവ് കനിഞ്ഞരുളിയിരിക്കുന്ന ഈ ദൈവിക മതത്തിൻ്റെ സന്ദേശങ്ങൾ അത് കലർപ്പില്ലാത്ത രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് സൃഷ്ടാവായിരിക്കുന്ന നാഥൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതും ഖുർആൻ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് സംസാരിച്ചവൻ ആരുണ്ട് എന്ന ഖുർആനിൻ്റെ ഈ ചോദ്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 സംഗതികൾ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പ്രപഞ്ച സൃഷ്ടാവ് കനിഞ്ഞരളിരിക്കുന്ന ഈ മതത്തിൻ്റെ സന്ദേശം അത് കലർപ്പില്ലാത്ത രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ സംസാരിക്കുന്ന എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൽ ഏറ്റവും ചെറിയ ഒരു സൂറയുണ്ട്. ഒരു പക്ഷേ നിങ്ങളും ഞാനുമൊക്കെ മഗ്രിബ് നമസ്കാരത്തിൽ സാധാരണയായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂക്തമാണത്. ആ സൂക്തത്തിൻ്റെ പേര് സൂറത്തുൽ അസ്ർ എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ ഇനി വേറൊരു സൂറത്തില്ല, 113 സൂറത്തുമില്ല. ഈ ഒരു സൂറത്ത് മാത്രം മനസ്സിലാക്കുകയും ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് മരണാനന്തര ജീവിതത്തിലും സമാധാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതെന്താണ്, മറ്റു സൂറത്ത് വേണ്ട എന്നല്ല, അത്രമാത്രം ആശയസമ്പുഷ്ടമായിരിക്കുന്ന ഒരു സൂറയാണ് സൂറത്തുൽ അസ്ർ. സ്വഹാബിമാർ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വിശേഷങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അവർ സംസാരിക്കുന്ന ഒരു സംസാരം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സുബ്ർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പിരിഞ്ഞു പോവുക. ഞാൻ അതിൻ്റെ വിശദമായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ എന്താണ് ഇത്രമാത്രം പ്രസക്തമായിരിക്കുന്ന ഒരു സന്ദേശം ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്നത് നോക്കിയപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിശദീകരിക്കാൻ സമയമല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, കാലത്തെ വിളിച്ചുകൊണ്ട് അള്ളാഹ് പറയാണ്, കാലം തന്നെയാണ് സത്യം, മനുഷ്യന്മാരെല്ലാവരും നഷ്ടത്തിലാണ്. മനുഷ്യന്മാരൊക്കെ നഷ്ടത്തിലാണ്. ഈ നഷ്ടം എന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന
മരണാനന്തര ജീവിതത്തിലെ സ്വർഗമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മർഹൂം അമാനി മൗലവി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവിടെ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയാണ്. റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തുനിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നപ്പോ അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥന, പടച്ചവനെ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയിരിക്കുന്നു. നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. അവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന പദം റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അമാനി മൗലവി സൂറത്തുൽ അസ്റിന്റെ വ്യാഖ്യാനത്തിൽ ഈ ആയത്തെടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് നഷ്ടം. എന്നിട്ട് 4 വിഭാഗം ആളുകളെ ഒഴിച്ചു നിർത്തി. ഏതാണ് 4 വിഭാഗം? ഇല്ലല്ലദീന ആമനു, വിശ്വാസമുള്ള ആളുകൾ. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം ഇവിടെ നടക്കുന്ന സംസാരത്തിൽ ആ വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയെ സംബന്ധിച്ചും ആ വിശ്വാസം നൽകുന്ന നിർഭയത്തെ സംബന്ധിച്ചും ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കും. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തത് വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മമാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ നമസ്കരിച്ചു പോന്നിരിക്കുന്ന അസർ നമസ്കാരം ഉൾപ്പെടെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള നമ്മുടെ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാം സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും, അതും ഉള്ള ആളുകൾ ഒഴികെ. അവസാനം വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ സൂചിപ്പിച്ച 2 കാര്യങ്ങളുണ്ട്. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ സത്യസന്ദേശം അത് മനസ്സിലാക്കാൻ അവസരം ലഭിക്കാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്ന ആളുകളും ഒഴികെ. ആ സന്ദർഭത്തിൽ ഈ പ്രബോധന മേഖലയിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരും. ആ പ്രതിസന്ധികളെ ക്ഷമാപൂർവം തരണം ചെയ്തിരിക്കുന്ന ആളുകളും ഒഴികേന. ഇവിടെ ഭാഷാപരമായിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ആ ഭാഷാപരമായിരിക്കുന്ന പ്രയോഗപ്രകാരം ഈ 4 വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ വാവ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാവ് ഉപയോഗിച്ചാൽ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ആൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയാം. 4 ക്വാളിറ്റിയും വേണം. ഇതിലേതെങ്കിലും ഒരു ക്വാളിറ്റി മതിയായിരുന്നുവെങ്കിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുക ഔ എന്നാണ് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ ഖുർആൻ ഉപയോഗിച്ചത് വാവാണ്. ഈ ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കലർപ്പില്ലാത്ത വിശ്വാസത്തോടൊപ്പം തന്നെ നിഷ്കപടമായ മനസ്സോടുകൂടി നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളോടൊപ്പം തന്നെ നിങ്ങളും ഞാനും മനസ്സിലാക്കിയിരിക്കുന്ന ഈ സത്യസന്ദേശം മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം കൂടി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മുടെയൊക്കെ ധാരണ എന്താന്ന് വെച്ചാൽ, ഒരു മുസ്ലിമായിട്ട് ഞാനിവിടെ ജീവിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം 5 നേരത്തെ ഇബാദത്തുകൾ നിർവഹിച്ച് പള്ളിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് ഞാനും എൻ്റെ കുടുംബവുമായിട്ട് അങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. സത്യത്തിൽ ഞാൻ ഈ ഓതി വച്ചിരിക്കുന്ന ചെറിയ സൂക്തപ്രകാരം ആകാശത്തിന്റെ ചുവട്ടിൽ ജീവിക്കുന്ന വിശ്വാസിയായിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് പ്രബോധനം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കർമ്മം ചെയ്യുക എന്നുള്ളത്. ആ പ്രബോധന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് സത്യത്തിൽ നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാമും നമ്മുടെ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രോഗ്രാമുകളും. അതുകൊണ്ട് എൻ്റെ ഈ സംസാരം ശ്രവിക്കുന്ന എൻ്റെ സഹോദരന്മാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, സംഘടന എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് മർക്കസുദ്ദവ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഞാൻ നേരത്തെ ഓതി വച്ചിരിക്കുന്ന ആയത്തിൽ പറഞ്ഞ രൂപത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ അൽഹംദുലില്ലാഹ് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പ്രോഗ്രാം മാത്രം നമ്മൾ ഉദാഹരണം എടുക്കുക. ഈ പ്രദേശത്തുള്ള ഒരുപാട് സഹോദരന്മാർ വീടുകളിൽ കയറി ഈ പ്രോഗ്രാമിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അവരാരും തന്നെ മതം പഠിച്ചിരിക്കുന്ന ആളുകളൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദേശത്തിലേക്ക് അവർക്ക് വിളിക്കാനുള്ള ഒരവസരമുണ്ടായത് സംഘടന എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായപ്പോഴാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഒരു സംഘടനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രബോധനം എന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നമുക്ക് പങ്കാളികളാവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ അഭിമാനം നമുക്കുള്ളത്. അതുകൊണ്ട് ഈ സംസാരം ശ്രവിക്കുന്ന എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ കൂട്ടായ്മയിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കണം. ഇത് ഒരു പണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെ പ്രത്യേകമായിട്ട് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആരുടെയും ബാധ്യതയല്ല, മറിച്ച് ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും ബാധ്യതയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്
ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് സഹകരിക്കാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള നല്ല മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഈ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത്ര എളുപ്പമൊന്നും ആവൂല. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും, പല തരത്തിലുള്ള വിമർശനങ്ങൾ വരും, സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ആ സന്ദർഭത്തിൽ ഇട്ടേച്ച് പോവൽ അല്ലെങ്കിൽ ഒഴിഞ്ഞു എന്നുള്ളത് ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവചരിത്രം അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബലിപെരുന്നാൾ കടന്നു വരുന്നു. നമ്മുടെ സഹോദരന്മാർ ഹജ്ജിന് വേണ്ടിയിട്ട് മക്കയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങിയപ്പോൾ എന്തുമാത്രം പ്രയാസങ്ങളാണ് അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നത്. സ്വന്തം കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, രാജാവിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് മൊത്തം ഒരുപാട് പ്രയാസമുണ്ടായപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യ നിർവഹണത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ടേച്ചു പോയില്ല എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിലെ 37-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വ ഇബ്രാഹിം അല്ലദീ വഫ, ഈ കടമകളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെയേറെ പ്രയാസം സഹിച്ചുകൊണ്ട് അദ്ദേഹം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മൾ ആദർശ പ്രബോധന രംഗത്ത് വരുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു തടസ്സമുണ്ട്, എൻ്റെ വീട്ടുകാർ എനിക്ക് എതിരാണ്, എൻ്റെ നാട്ടുകാർ എനിക്കെതിരാണ്, അതുകൊണ്ട് തന്നെ ഈ ആദർശ പ്രബോധനവുമായിട്ട് മുന്നോട്ട് പോവാൻ എനിക്ക് കഴിയില്ല എന്ന് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പിതാവിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ എൻ്റെ ഉപ്പയെ ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല, എൻ്റെ ഉമ്മയെ ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആദർശത്തിന്റെ കൂടെ നിൽക്കാതെ ആദർശ പ്രബോധന രംഗത്ത് സധൈര്യം മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് സട്ടാവായിരിക്കുന്ന നാഥൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ വലിപ്പം കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, കൂക്കുവിളികൾ വരും. പക്ഷെ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമകാല ലോകത്ത് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ പഴയകാല ആളുകൾ നടത്തിയ ഒരു പ്രയാസവും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നിസ്സാരമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്ക് മാറി നിൽക്കേണ്ടവരല്ല. ചിലപ്പോൾ നമുക്കറിയാം, ഇത്തരൊരു പരിപാടിയൊക്കെ വരുമ്പോൾ ഒരു മഴ പെയ്യുമ്പോഴേക്ക് എല്ലാവരും പറയും ഇനി പോണോന്ന് ആലോചിക്കും. എന്താണ്, എളുപ്പമാണില്ലേ? അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, മഴയെ നമുക്ക് മാറ്റി നിർത്തി അല്ലെങ്കിൽ പ്രതിസന്ധികളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ പ്രബോധന മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ അങ്ങനെ പോകുമ്പോൾ വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരുപാട് അനുഭവം ഉണ്ടാവും. റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചാൽ മോശമൊന്നും ആവുകയില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്, 29-ാമത്തെ സൂറയിലെ 69-ാമത്തെ ആയത്ത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറുണ്ട് എങ്കിൽ പടച്ചവൻ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വഴികൾ തുറന്നു തരും. അവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താ അറിയോ? സബീൽ എന്ന് പറഞ്ഞ പദത്തിന്റെ ബഹുവചനമായിരിക്കുന്ന സുബിൽ എന്ന് പറഞ്ഞ ഒരു പദമാണ് ഉപയോഗിച്ചത്. അതിന്റെ പ്രത്യേകത എന്താ അറിയാമോ? ആയത്തിന്റെ പ്രത്യേകത, റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വഴികൾ അവന്റെ മുമ്പിലേക്ക്, നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുവരും. കരിപ്പൂർ നമ്മൾ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാഹ്, ആ സമ്മേളനം തീരുമാനിച്ച അന്ന് മുതൽ തന്നെ നിരവധി പ്രയാസങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ നാനാഭാഗത്തു നമുക്ക് വന്നിരുന്നു. ആ സന്ദർഭത്തിൽ നമ്മുടെ വന്യവയോധികനായിരിക്കുന്ന CPA പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ അള്ളാഹുവിന്റെ ദീന്റെ മാർഗത്തിൽ കൃത്യമായിരിക്കുന്ന ഒരു ആദർശ പ്രബോധനവുമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായും ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമുക്കും, അള്ളാഹുവിനെ നമ്മൾ സഹായിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ നിരവധി സന്ദർഭങ്ങളിൽ, യോഗങ്ങളിൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ സമ്മേളനം തീരുമാനിച്ചു. ഐതിഹാസികമായ സമ്മേളനം. ആ സമ്മേളനത്തെ സംബന്ധിച്ച് കേരളത്തിലെ പ്രബലമായിരിക്കുന്ന 2 മതസംഘടനകൾപ്പെട്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞത്, കേരളീയ സമൂഹം കണ്ടിരിക്കുന്ന സമ്മേളനങ്ങളിൽ തികച്ചും മാതൃകാപരമായിരിക്കുന്ന ഒരു സമ്മേളനമാണ് കരിപ്പൂരിൽ വെച്ച് നടത്തിയെന്ന് പറഞ്ഞത്. നമുക്കറിയാം, ഫാസിസ്റ്റ് ഭീഷണികൾ നാനാഭാഗത്ത് വരുമ്പോൾ നമ്മൾ അവിടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ആ സ്ട്രാറ്റജി അടക്കം പൂർത്തീകരിച്ചുകൊണ്ട് സമ്മേളനം നടത്താൻ പറ്റൂ. കേരളത്തിന്റെ ബഹുമാനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സമ്മേളനത്തിൽ വന്ന് പങ്കെടുത്ത് തിരിച്ചു പോയിട്ട് തിരുവനന്തപുരത്തെ ഓഫീസിൽ വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ച സംസാരമുണ്ട്. അനൗദ്യോഗികമായ സംസാരത്തിൽ, ഞാൻ പങ്കെടുത്തിരിക്കുന്ന മുജാഹിദുകളുടെ ആ സമ്മേളനം കേരളീയ സമൂഹത്തിന് വലിയ മാതൃക നൽകുന്ന തികച്ചും അച്ചടക്കമുള്ള ഒരു സമ്മേളനമാണെന്ന് പറയാൻ മാത്രം നമ്മൾ ഉയർന്നത് സട്ടാവായിരിക്കുന്ന നാഥന്റെ സഹായം കൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മുജീബ് റഹ്മാൻ സാഹിബും MSFന്റെ സംസ്ഥാന പ്രസിഡന്റ്
ഫസൽ ഗഫൂറും നമ്മുടെ സൗഹൃദ ഇഫ്താറിന് വേണ്ടി വന്ന സന്ദർഭത്തിൽ അവർ സംസാരിച്ചു, ഈ കഴിഞ്ഞ കുറേ സമ്മേളനങ്ങളിൽ ഞങ്ങൾ സൗഹാർദ്ദ പ്രതികളായിട്ട് പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ കേരളീയ സമൂഹത്തിന് വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ സമ്മേളനങ്ങൾ അവസാനിപ്പിച്ചത്. അതിനവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഉമ്മത്ത് കോൺഫറൻസ് ആണ്. ഉമ്മത്ത് കോൺഫറൻസ് എന്ന് പറഞ്ഞ കേരളത്തിലെ എല്ലാ മതസംഘടനകളും, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും EK വിഭാഗം ആളുടെയും നമ്മുടെ സഹോദര സംഘത്തിൽപ്പെട്ട മുജാഹിദ് വിഭാഗത്തിലെ വിസ്തത്തിൻ്റെയും അതേപോലെ തന്നെ മുജാഹിദുകളുടെ എല്ലാ വിഭാഗത്തിൻ്റെയും സംസ്ഥാന നേതാക്കളുടെ വീട്ടിൽ ചെന്ന് ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു ഹൃദയവിശാൽ നമ്മൾ കാണിക്കുകയും പരമാവധി ആളുകൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ സമ്മേളനത്തെ സംബന്ധിച്ച് നല്ലൊരു അഭിപ്രായം പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് സമ്മേളനത്തെ പറ്റി പറയാനല്ല, മറിച്ച് നാം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാടുണ്ട്. ആ നിലപാട് എക്കാലഘട്ടത്തിലും പ്രസക്തമാണ്. നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആദർശം പോലെ തന്നെ നമ്മുടെ നയനിലപാടുകളും മാതൃകാപരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം അനുകൂലമായിട്ട്, എല്ലാ സാഹചര്യവും അനുകൂലമായിട്ട് നമുക്ക് പ്രബോധന പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. മറിച്ചോ, അനുകൂലമല്ലെങ്കിലും പ്രതികൂലമാണെങ്കിലും ശരി, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം മനോഹരമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സർവ്വശക്തനായ നാഥൻ നമ്മുടെ ഈ സംഗമം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.